സ്നേഹം വീഡിയോ ചാനലിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ പൊടി വലിക്കുന്ന സ്വഭാവം, മൂക്കിൽ പൊടി കയറ്റിയില്ലെങ്കിൽ ഇരിക്ക പൊറുതിയില്ലാത്ത സ്വഭാവം, അല്പം പൊടി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ പാഞ്ഞ് നടക്കുന്ന സ്വഭാവം. പലരും പറയാറുണ്ട്, എൻ്റെ കൊച്ചു മൂക്കിൽ പൊടി വലിച്ച് പഠിച്ചു, ഇപ്പം ഇതിന് ഒരിക്കലും മാറ്റാൻ പറ്റണില്ല. വല്ലാത്ത അസ്വസ്ഥതയാണ്. ചിലർ പറയും, അപ്പന് ഇതേമാതിരി പുക വലിച്ചില്ലെങ്കിൽ, മൂക്കിൽ പൊടി കയറ്റിയില്ലെങ്കിൽ കിടന്ന് ഉറക്കം വരില്ല. ഇനി പൊടി കയറ്റി കഴിഞ്ഞാൽ രാത്രി മുഴുവൻ ചുമയും പിന്നെ ചീറ്റലുമായിട്ട് ഇങ്ങനെ നടക്കും. എന്നാ ചെയ്യണേ? അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങൾ, ഈ മൂക്കിൽ പൊടിയുടെ എന്തൊക്കെയാണ് അതിന് ദുരന്ത ഫലങ്ങൾ, അതെങ്ങനെ നിർത്താം, ഇത് നിർത്താൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, വീണ്ടും തുടങ്ങാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ നമ്മുടെ നാട്ടിൽ ആദ്യം മുറുക്കായിരുന്നു, പിന്നെ ഹാൻഡ്സും, അതോടൊപ്പം തന്നെ മൂക്കിൽ പൊടി കയറ്റണ സ്വഭാവം ഉണ്ടായിരുന്നു. ദൈവം തന്നേക്കുന്നത് മൂക്കിൽ പൊടി കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പല പണികളും ദൈവം ചെയ്തു വച്ചിട്ടുണ്ട്. ആദ്യം രോമം, മൂക്കിലിങ്ങനെ ചെറിയ രോമങ്ങളുണ്ട്, അപ്പോൾ ഏതെങ്കിലും പൊടി ചെന്ന് കഴിഞ്ഞാൽ അവിടെ തടയും. പിന്നെ അതുപോലെ തന്നെ നനഞ്ഞായിരിക്കണം, മൂക്കിൻ്റെ മുകളിലോട്ട് പോകുന്ന ഭാഗം നനവോടുകൂടിയാണ് ദൈവം സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ പൊടി ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒട്ടിപ്പിടിച്ച് ആ പൊടിയൊക്കെ അവിടെ കിടക്കും. ഇനി അത് അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ശ്വാസകോശത്തിൽ തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ മുള്ളുകൾ പോലെയാണ് ഉണ്ടാക്കി വെച്ചേക്കണേ. അപ്പോൾ ഇത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ തടഞ്ഞു നിർത്തിയിട്ട് ചുമച്ചും കുറച്ചുമായിട്ട് പുറത്ത് കളയണം. ഇങ്ങനെ ദൈവത്തിൻ്റെ സൃഷ്ടി. ദൈവത്തിൻ്റെ സൃഷ്ടിക്ക് നേരെ വിപരീതമാണ് മൂക്കിപ്പൊടിക്കാരൻ ചെയ്യണത്. അവന് ചില മൂക്കിപ്പൊടി ഇങ്ങോട്ട് എടുത്തിട്ട് ആ കുപ്പിക്കകത്തുനിന്ന് സ്വല്പം ഇങ്ങോട്ട് എടുത്ത് ഒന്നോടി ഒന്ന് ഒന്ന് അരച്ചിട്ട് മൂക്കിലോട്ട് കയറ്റിയിട്ട് ഒറ്റ വലിയ ഇതാണ് സ്ഥിതി. അടുത്ത മൂക്കിയക്കടെയും കയറ്റി മുകളിലോട്ട്. എന്തിനു പറയണു? കുറച്ച് കഴിയുമ്പോഴേക്കും ഇവന് ക്യാൻസർ പിടിക്കും. കയ്യിലെ കാശ് കൊടുത്ത് ക്യാൻസർ മേടിക്കണതല്ലേ. മൂക്കിൽ ക്യാൻസർ, തൊണ്ടയിൽ ക്യാൻസർ, ഇത് ചെല്ലണ പൊടി നമ്മുടെ ഈ ശ്വാസകോശത്തിലേക്ക് ചെല്ലുന്നു. അവിടെ അസുഖങ്ങളെല്ലാം ഉണ്ടാകും. പലവിധ അസുഖങ്ങൾ ഇതിൻ്റെ ഫലമായിട്ടുണ്ടാവണം. ഒന്ന് ചുമ, കൊര, ഒരു പ്രശ്നവും രാത്രി മുഴുവൻ ഇതായിരിക്കും. അതെങ്ങനെയെങ്കിലും ചുമച്ച് പുറത്ത് കളഞ്ഞില്ലെങ്കിൽ ശ്വാസകോശം അടഞ്ഞു പോകും. അതുകൊണ്ടാണ് ഈ ചുമ ദൈവം തന്നേക്കണത്. ചുമച്ചും കുരച്ചും. പിന്നെ മൂക്ക് ചീറ്റൽ, ഈ പൊടിയെല്ലാം കളയാൻ വേണ്ടിയിട്ട് ചീറ്റും. അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതൊക്കെ ഇല്ലേ, അത് കളയാൻ വേണ്ടിയിട്ട് ചീറ്റൽ. അത് കഴിഞ്ഞ് ഇതിൻ്റെ പ്രശ്നം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മൂക്കിലോട്ട് കയറിയിട്ട് ആ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഈ മൂക്കിപ്പൊടി എന്ന് പറയുന്ന സാധനം പുകയില തന്നെയാണ്. അത് പൊടിച്ച സാധനമാണ്. ആ കൂട്ടത്തിൽ എന്തൊക്കെയാണ് കൂട്ടിയേക്കണമെന്ന് ദൈവത്തിന് മാത്രം അറിയാം. എന്നിട്ട് ഈ സാധനം അങ്ങോട്ട് കയറി തലച്ചോറിൽ ഒരു ഉത്തേജനം പോലെ തോന്നും. അതാണ് ഇവന് കിട്ടണ പ്രയോജനം. പക്ഷേ എന്നിട്ട് തലച്ചോറിൻ്റെ ഞരമ്പുകളെ അല്ലെങ്കിൽ സെല്ലുകളെ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ഇത് നശിപ്പിച്ച് കളയും. അതുകൊണ്ട് ദേഷ്യം, ഉറക്കക്കുറവ്, ഓർമ്മക്കുറവ്, പിന്നെ വികലമായ ചിന്തകൾ, അമിതമായ കുറ്റബോധം, നിരാശ, ഇതെല്ലാം ഇതിൻ്റെ പരിണിത ഫലങ്ങളാണ്. ഇനി ശാരീരിക ഫലങ്ങളാണ് ആദ്യം നീരുവീഴ്ച, എപ്പോഴും ചുമച്ചും കുരച്ചും ഇരിക്കുക, ചുമ, ബ്രോങ്കൈറ്റിസ്, ബ്രോങ്കയിൽ ആസ്മ പിടിക്കും. കുറച്ച് കഴിയുമ്പോഴേക്കും ആസ്മ പിടിക്കും. അല്ലെങ്കിൽ TBയുടെ അസുഖം പിടിക്കും ശ്വാസകോശങ്ങൾക്ക്. ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ക്യാൻസർ പിടിക്കും. അപ്പോൾ എളുപ്പമായി, നേരത്തെ പോവാം. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങൾ, ഇതൊരു വല്ലാത്ത രോഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കണം. എന്നാലാണ് നമുക്ക് ഇതിൽ നിന്ന് മോചനം കിട്ടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ഇതിൽ നിന്ന് മോചനം കിട്ടാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? ഒന്നാമത്, എനിക്ക് ഈ മൂക്കിപ്പൊടി ഉപേക്ഷിക്കണമെന്നൊരു തീരുമാനം അങ്ങോട്ട് എടുക്കണം. ഉറച്ച തീരുമാനം എടുക്കണം. കുറിപ്പിൻ്റെ ഉറപ്പല്ല കേട്ടോ, ഉറച്ച തീരുമാനം ബുക്കിൽ എഴുതി വയ്ക്കണം. ഇതുപോലെ തന്നെ ഈ സാധനങ്ങൾ മേടിക്കൽ അങ്ങ് നിർത്തണം. മേടിക്കൽ അങ്ങ് നിർത്തിയിട്ട് ഇത് നിർത്തുന്ന സമയത്ത് പല അസ്വസ്ഥതയുണ്ടാവും കേട്ടോ. പിന്നെ തലവേദന തോന്നും,
തലയ്ക്കാകെ മന്ദത പോലെ തോന്നും, ശ്വസിക്കാൻ പറ്റായിക പോലെ തോന്നും, പിന്നെ എന്നതാണ് ആകെ മുരടിപ്പ് പോലെ തോന്നും, ആകെ ഭ്രാന്ത് പിടിച്ച മാതിരി തോന്നും, ഭയങ്കരമായിട്ടുള്ള നെഞ്ചിന് വിഷമവും അസ്വസ്ഥതയും ഒക്കെ തോന്നും, മനസ്സിലായി, തളർച്ച പോലെ തോന്നും, ജോലി ചെയ്യാൻ ഉന്മേഷക്കുറവുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ താൽക്കാലികമാണ്. 48 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഈ സംഗതി അങ്ങോട്ട് മാറിക്കിട്ടും, സ്വസ്ഥമാവും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇതങ്ങ് നിർത്തണമെന്നുള്ള തീവ്രമായ ഒരാഗ്രഹമാണ് നമുക്ക് വേണ്ടത്. ഇതിന് നമ്മൾ ചെയ്യേണ്ടത് നിർത്തുന്നു എന്ന് കടലാസിൽ എഴുതി വയ്ക്കുക. എത്രാം തീയതി മുതൽ? ജനുവരി 30 മുതൽ ഞാനിതങ്ങ് നിർത്തുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത് ഈ സാധനങ്ങൾ വാങ്ങാതിരിക്കുക. ഇതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഉണ്ട്. ഇതുപോലുള്ള ഈ ലഹരിയുടെ തന്നെ തലങ്ങൾ ഒരു 10-40 വീഡിയോസ് ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫാദർ സ്നേഹം വീഡിയോ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫാദർ ജോർജ് സ്നേഹ വീടെന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ വീഡിയോ കിട്ടും. അപ്പോൾ ഈ വീഡിയോകൾ ഒന്നിനൊന്നായിട്ട് വായിക്കുക നിങ്ങൾ. അത് മദ്യപാനത്തെക്കുറിച്ചുണ്ട്, പുകവലിയെക്കുറിച്ചുണ്ട്, കട്ടൻ കാപ്പി കട്ടൻ ചായയെക്കുറിച്ചുണ്ട്, മൂക്കിപ്പൊടിയെക്കുറിച്ചുണ്ട്. ഇങ്ങനെയുള്ള തലങ്ങൾ ഒരു 10-40ഓളം വീഡിയോസ് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അത് ഓരോന്നോരോന്ന് വായിക്കുക മാത്രമല്ല, വായിക്കുക, അതിൻ്റെ നോട്ട് എഴുതുക, അതിനെക്കുറിച്ച് ധ്യാനിക്കുക, അതിൻ്റെ വെളിച്ചത്തിൽ തീരുമാനങ്ങൾ എടുക്കുക. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ മൂക്കിപ്പൊടി ഉപയോഗം അങ്ങോട്ട് ഉപേക്ഷിക്കാൻ പറ്റും. പിന്നെ അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ഇഷ്ടം പോലെ വെള്ളം കുടിക്കുക, മനസ്സിലായോ? മൂക്കും മുഖവും എല്ലാം ഇടയ്ക്ക് കഴുകുക. അങ്ങനെ ഒരു തരം നല്ലതാണ്. പിന്നെ നീരൊഴിച്ചയൊക്കെ വന്നാലും മൂക്കടപ്പ് വരുന്നു, നീരൊഴിച്ച വരുന്നു എന്നൊക്കെ പറയും. അതൊക്കെ താൽക്കാലികമാണ്. ഇനി കൂടുതൽ അസ്വസ്ഥതയുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടിച്ചിട്ട് മരുന്നോടെ മേടിക്കുക. പിന്നെ ഇങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും സാധാരണഗതിയിൽ ഇതിൽ നിന്ന് മോചനം കിട്ടും. പിന്നെ ഇത് യാതൊരു കാരണവശാലും ഇത് ഉപയോഗിക്കരുത്. വെറുതെ കിട്ടിയിട്ട് ഒന്നങ്ങോട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ താർന്നത് തെറിപ്പണവും. അപ്പോൾ ഈ സാധനം ഇതെല്ലാം ഒരുമിച്ച് പോകുന്ന രോഗങ്ങളാണ്. മുക്കിപ്പൊടിയാണെങ്കിലും പുകവലിയാണെങ്കിലും കട്ടൻ കാപ്പിയാണെങ്കിലും കട്ടൻ ചായയാണെങ്കിലും മദ്യമാണെങ്കിലും കഞ്ചാവാണെങ്കിലും LSD ആണെങ്കിലും ബ്രൗൺ ഷുഗർ ആണെങ്കിലും ഒരപ്പൻ്റെ മക്കൾ തന്നെ ഇവരൊക്കെ. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ ഉപേക്ഷിക്കാതെ രക്ഷയുള്ളൂ. ഈ അണലി സന്താനങ്ങളാണ് ഇതൊക്കെ. ഏത് അണലിനെ പിടിച്ച് മടിയിൽ വെച്ച് കഴിഞ്ഞാലും അത് പിടിച്ച് കടിക്കും. അതുകൊണ്ട് കാറ്റ് പോകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പാമ്പിനെ നമ്മൾ സർപ്പത്തെ പോലെ കടിക്കും, അണലിയെപ്പോലെ കൊത്തും എന്നാണ് ബൈബിളിൽ പറഞ്ഞേക്കണം. ഇതിനെ നമ്മൾ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാവണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും. പിന്നെ ഇതിൽ നിന്ന് മറ്റുള്ളവരെ പിന്തിരിപ്പിക്കണം. ഇങ്ങനെ ഉപയോഗിക്കുന്നവരിൽ നിന്ന് പിന്തിരിപ്പിക്കണം. ധ്യാനത്തിന് കൊണ്ടുപോയോ അല്ലെങ്കിൽ ഏതെങ്കിലും മരുന്ന് കൊടുത്തോ ചികിത്സ കൊണ്ടോ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഒത്തിരി മാറ്റം വരും നമ്മുടെ ജീവിതത്തിൽ. ഈ മൂക്കിപ്പൊടി ഉപയോഗിക്കലങ്ങ് നിർത്താൻ പറ്റും. അതുകൊണ്ട് പിന്നെ നല്ല കൂട്ടുകെട്ടിൽ പെടണം. ഈ മൂക്കിപ്പൊടി വലിക്കുന്ന കൂട്ടുകെട്ടിൽ പെടരുത്. പുക വലിക്കുന്ന പിന്നെ കഞ്ചാവ് വലിക്കുന്ന കൂട്ടുകെട്ടിൽ പെടാതെ കൊണ്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ പരിശ്രമിക്കണം. ഇതുപോലെ തന്നെ ചില ബൈബിൾ വായിക്കുക, അല്ലെങ്കിൽ ഏത് മതഗ്രന്ഥങ്ങളാണെങ്കിലും മതഗ്രന്ഥങ്ങൾ വായിക്കുക, പ്രാർത്ഥനയിൽ പങ്കെടുക്കുക, ശക്തി പ്രാപിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഗ്രൂപ്പുകൾ, ഈ മുക്കിപ്പൊടി നിർത്തിയവരുടെ അല്ലെങ്കിൽ മദ്യം നിർത്തിയവരുടെ ഗ്രൂപ്പിൽ ചെന്ന് പെടുക, അവരുമായിട്ട് അനുഭവങ്ങൾ പങ്കുവയ്ക്കുക, നല്ല കൂട്ടുകാരെ സമ്പാദിക്കുക. ഇങ്ങനെ വരുമ്പോൾ ഇത് മാറും. മനസ്സിലായോ? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ പിന്നെ സ്നേഹം വീഡിയോ എന്ന് അടിച്ചു കൊടുത്തിട്ട് വീഡിയോ നിങ്ങൾ കാണാനും ശ്രമിക്കുക. ഇത്രയും പറഞ്ഞു എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവത്തിന് സ്തുതി.